ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ, ഫുൾ ഡേ നമുക്ക് പരമാവധി എക്സ്പ്ലോർ ചെയ്യാം. അമ്മാതിരി തിരക്കാണ് ലോക്കൽ ട്രെയിനിലുള്ള. പിക് പോക്കറ്റേഴ്സിന്റെ ഭയങ്കരമായൊരു ശല്യമുണ്ട് ഇവിടെ. ഇവിടുന്ന് ബസ് പിടിച്ച് പോകാനാ പറഞ്ഞത്. ദ ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ്. നമ്മളങ്ങനെ മുംബൈയിൽ ലാൻഡ് ആയിട്ടുണ്ട്. നല്ല തിരക്കുള്ള നല്ല ക്രൗഡ് സ്റ്റേഷൻ. സോ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. തിങ് ഈസ് ദാറ്റ് എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വന്നൊരു കോൺഫറൻസിനാണ്. ആ പരിപാടി നാളെയാണ്. നാളെ രാവിലെ 7:30-ക്കാണ്. സോ ഈ ട്രെയിന് പൊതുവെ ലേറ്റ് ആവാറുണ്ട്. സോ മോർണിംഗ് 7:30-ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ വന്നത്. തലേ ദിവസം നേരത്തെ വന്നത്. ഇത്രയും നേരത്തെ ഈ ട്രെയിൻ ഇത്രയും പ്രതീക്ഷയില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ ട്രെയിന് ഓൾമോസ്റ്റ് ഇവിടെ മുംബൈ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണി ആയിരുന്നേ. സോ ഒരു ഫുൾ ഡേ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പോവാം. നമുക്കെന്നാലേ മുംബൈ പട്ടണം ചുറ്റി കറങ്ങിയിട്ട് വരാം. ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ, ഫുൾ ഡേ നമുക്ക് പരമാവധി എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകണേ, തിലക് നഗർ സ്റ്റേഷൻ. അവിടുന്ന് നമുക്ക് എലിഫൻ്റ കേവ്സ് ഇല്ലേ, നമ്മൾ കുറേ നേരം തപ്പിയിട്ട് എലിഫൻ്റ കേവ്സ് പോകുന്നു വെച്ചു. അതിൻ്റെ അടുത്തായിട്ട് കുറേ സ്പോട്ടുകളുണ്ട്. സോ ഇവിടുന്ന് തിലക് നഗർ പോയി അവിടുന്ന് ട്രെയിൻ കയറി മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് അടുത്ത നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകണ്ടേ. സോ ഇവിടുന്ന് അങ്ങോട്ടോ റോഡ് ക്രോസ് ചെയ്യാനുണ്ട്, യൂട്ടേൺ അങ്ങനെ എടുത്തിട്ട്. ഓക്കെ, എന്നാൽ നമുക്കിനി ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്ഥലത്ത് വെച്ച് കാണാം കേട്ടോ. ഇനി അടുത്ത സ്പോട്ട് എലിഫൻ്റ കേവ്സ്, തിലക് നഗർ റെയിൽവേ സ്റ്റേഷൻ. സോ നമ്മൾ തിലക് നഗർ ടെർമിനലിലെത്തിയേ. ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് പോകാനായിട്ട്. നമ്മുടെ എലിഫൻ്റ കേവ്സിൻ്റെ അങ്ങോട്ട് ലോക്കൽ ട്രെയിൻ കയറണം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ്. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടും ട്രെയിൻ ആക്സസിബിൾ ആണ്. ഒട്ടുമിക്ക എല്ലായിടത്തേക്കും നമുക്ക് ട്രെയിൻ ഉണ്ട്. സോ ഇതിന് ടിക്കറ്റ് കൗണ്ടർ അപ്പുറ സൈഡിലാണ്. സോ അപ്പുറ സൈഡിൽ പോകണം. നമുക്ക് ലോക്കൽ ട്രെയിനിലാണ് പോകേണ്ടത്. പക്ഷേ ലോക്കൽ ട്രെയിനിൽ റഷ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അമ്മാതിരി തിരക്കാണ് ലോക്കൽ ട്രെയിനിലുള്ള. ഡോറിൽ വരെ ആൾക്കാർ തൂങ്ങി നിൽക്കുവാണ്. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് കാണിച്ചല്ല ലോക്കൽ ട്രെയിൻ കേട്ടോ. എനിക്ക് പോകേണ്ട ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. സൂചി കുത്താൻ സ്ഥലം പറയത്തില്ലേ, അതേപോലെ ക്രൗഡിലാണ്. തിങ്ങി നിറഞ്ഞ ആൾക്കാരുള്ള. ഓ മാൻ, സിനിമയിൽ മാത്രമാണ് ഇത്രയും തിരക്കല്ല, ഇത്ര ക്രൗഡുള്ള ട്രെയിൻ ഞാൻ കണ്ടിട്ടുള്ളത്. മുംബൈനെ കുറിച്ച് പറയുമ്പോൾ നല്ല തിരക്കുള്ള ട്രെയിനാണ്, ഭയങ്കര റഷാണ്, കൺജസ്റ്റഡ് ആണെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ വിചാരം. ബട്ട് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ എക്സാക്ട്ലി അത് തന്നെയാണ്. ആ ട്രെയിനിൻ്റെ അകത്തൊക്കെ തിരക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ കയറി പോകാനാണ്? ഒന്നും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം. ടിക്കറ്റ് എടുത്തിട്ടില്ല. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. ഛത്രപതി ശിവാജി മഹാരാജ്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് 10 രൂപ കാണിക്കുന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരി ഞാൻ 20 രൂപ വാങ്ങി. അതാണോ ഭായി, ഇത് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും രസമാണ്. എല്ലാം 5 മിനിറ്റ് ട്രെയിൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. അടുപ്പിച്ചടുപ്പിച്ച് ട്രെയിൻ പോകുന്നു, എല്ലാത്തിലും മാരക റഷ്. എന്തായാലും രസമല്ലേ, ഓരോരോ അനുഭവങ്ങളല്ലേ. ലൈഫിൽ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ പുതിയ അറിവുകൾ കേട്ടോ. കൊള്ളാം. എന്തായാലും ഞാൻ വന്നതിന് 3 ട്രെയിൻ പോയേ. എല്ലാത്തിനും ഇതുപോലെ കാല് കുത്താൻ സ്ഥലമില്ല, അമ്മാതിരി തിരക്ക്. അത്ര തിരക്ക്, എവിടെ പോലും ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലത്ത് തിരക്ക്. ഇനി ലോക്കൽ പൈലറ്റിന്റെ ക്യാബിൽ അങ്ങനെ കയറി ഇരിക്കേണ്ടി വരും. അത്ര തിരക്കാ കേട്ടോ. മുംബൈ ലോക്കൽ ട്രെയിൻസ് അത്ര തിരക്കാണ്, നല്ല തിരക്കാണ്.
നമ്മളങ്ങനെ ഛത്രപതി ശിവാജി നഗർ ടെർമിനലിൽ കേട്ടോ. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണേ. സി ഞാൻ ബാഗ് ഇട്ടേക്കുന്നുണ്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഞാൻ ആദ്യം പുറകിലിട്ടായിരുന്നു. അന്നേരം ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, മോനെ ബാഗ് ഫ്രണ്ടിലിട്ടോ, അല്ലെങ്കിൽ ഒരു സാധനവും കാണത്തില്ല, ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു. പിക് പോക്കറ്റേഴ്സിന്റെ ഭയങ്കരമായൊരു ശല്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് ബാഗ് ഫ്രണ്ടിലിടുന്ന നല്ലത്, ബാഗിലിട്ട് പോകണ്ട, ഒരു സാധനവും കൈ വെക്കണ്ട എന്ന് പുള്ളി ഒരു ഉപദേശം തന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടേക്കുവാണേ. സോ നമ്മളിപ്പോഴും സേഫ് ആയിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ സേഫ് ആക്കി വെക്കുക, അതിലൊന്ന് നോക്കട്ടെ. ശരിക്കും ട്രെയിനിൻ്റെ അകത്ത് എനിക്കൊരു വീഡിയോ കാണായിരുന്നു, പാട്ടിന്റെ വീഡിയോ. അത് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും. അതുണ്ടല്ലോ, എന്ത് രസമായിരുന്നു അറിയോ. ഞാൻ ആ ട്രെയിനിന്റെ ഇത്രയും കൺജസ്റ്റഡ് ആയ റഷിന്റെ അകത്തുനിന്ന് ഭയങ്കര റിഫ്രഷ്മെന്റ് ആയിരുന്നു. അവരെല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, അവരൊന്നും പാട്ടുകാരോ ഒന്നും അല്ല, അവരെല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്.
ശോകം മധുരം എന്നൊക്കെ പറഞ്ഞ കൊലകൊല്ലി മധുരം. വേറെ റെഡിയോ ഭയ്യ? ഫസ്റ്റ് ബൈറ്റ് ദ ചോളെ ഭട്ടൂരി ഫ്രം മുംബൈ. ട്രൈ ഫോർ ദ ഫസ്റ്റ് ടൈം. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റില്ല. ഭയങ്കര സ്പൈസിയാണ്. സൈസ് കറക്റ്റാക്കിയ 26. उससे बड़ा है थोड़ा? इससे बड़ा और एक साइज बड़ा आता है? ये कितना बाइक चल रहा है? ये क्या बताए 13,000. हाँ 11, 12, 13. 13,000 हाँ ये पूरा कैमरे के साथ आता है ना 13,000 नहीं, ये इसका बैटरी का पीस है. ये बैटरी है तो ये अगर ये आधा घंटा इसमें मिलता है. यही कैमरा मोबाइल में इसमें आ जाएगा. हाँ आप इसके ऐप है, आप से कनेक्ट कर सकते हैं. ऐसा मुझे ब्लैक कर जाएगा. ऐसा वाला है क्या? ऐसे वाला ऐसा रसी आपके लिए हाँ मेरे लिए है ना आपका है. बोला 500 में 2 जीन्स है बोला. और भी क्या सभी 200 के ना? हाँ हाँ ये दे दो ये वाला. ये वाला ना. हाँ ये कलर पसंद आया मेरे को, ऑरेंज वाला. आपका ठीक है ये दे दो. और नहीं ये बस फैन है मेरे पास. बाद में देखेंगे. इधर है 200. और मेरे को ये इंडिया गेट जाना है, कैसे जाएंगे अभी इधर से? इंडिया गेट यहाँ से बस पकड़नी. थैंक यू. यहाँ से बस पकड़ेंगे 116 नंबर. हाँ सीधे इंडिया गेट में कौन सा नंबर? 116. 116. हाँ ഓക്കെ താങ്ക് യു ഭയ്യ. എന്തായാലും കൊള്ളാം. ഞാനൊരു ടീഷർട്ട് വാങ്ങി, ഡ്രസ്സ് ഒരെണ്ണം എടുത്തില്ലായിരുന്നു. സോ 116 എന്ന് വെച്ചാൽ കിത്തനായ നമ്പർ കണക്കൂട്ടുള്ളത് അറിയാവുന്ന ഹിന്ദിയിൽ. ഇവിടുന്ന് ബസ് പിടിച്ച് പോകാനാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. സോ ബസ് അവിടെ നിന്നാണേ, അവിടുത്തെ ബസ് ഇവിടെ. ക്യാമറയുടെ ആകെ 20% ചാർജ് കിട്ടും. അവസാനം ഇപ്പോൾ ഓഫ്, അതുകൊണ്ട് മൊബൈലിലും 25% ചാർജ് കിട്ടും. ഇവിടെ ചാർജ് വേണം കുറച്ച് നേരം. भैया गेट वे फिर जाने के लिए ये वाला एक ही जन है. സോ ഇതാണ് നമ്മുടെ ബസ്. സ്റ്റേഷനിൽ നടന്ന് ടിക്കറ്റ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ്. അതാണ് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് എങ്ങനെ മുംബൈ കറങ്ങാം, ലോ ബഡ്ജറ്റ്. 24 hours യാത്ര തുടങ്ങിയിട്ട് ആകെ വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 800 രൂപേൻ്റെ അടുത്താണ്, ഇൻക്ലൂഡിങ് ട്രെയിൻ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ തിരിയാണ് താജ് ഹോട്ടൽ. അതിൻ്റെ ഫ്രണ്ട് കേട്ടോ. ആ കാണുന്നതാണ് 1804 സ്ഥാപിതമായതാണ്. നിതാംബാൻ തുണി വിരിച്ചെടുത്തുണ്ടാവുന്നത്.